നെല്ലിപ്പോൾ ഒരു പച്ചപ്പ് പ്രായമായി കഴിഞ്ഞാൽ അപ്പോൾ പുള്ളിമാൻ വന്ന് തിന്നലും. ഇന്ത്യക്കാരെ നമ്മളിപ്പോൾ വിളിക്കണം എന്തിനറിയോ, നമുക്കിവിടെ പണിക്കാരെ മറ്റുള്ള നമ്മുടെ നാട്ടിലത്തെ പണിക്കാരോട് കിട്ടാല്ല. അവരെ വിളിച്ചാൽ അവർക്ക് വരാൻ താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ത്യക്കാരെ വിളിക്കാൻ കാരണം പന്നിശല്യം, ആനശല്യം, പുള്ളിമാന്, കുരങ്ങ്, അതിനൊക്കെ കൃഷി ഇത് കിട്ടിപ്പോരണമെങ്കിൽ വലിയ പ്രയാസം തന്നെയാണ്. അതിനൊക്കെ പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് ആനശല്യം ഭയങ്കരമായിട്ട് കൂടുതലാണ്. ആന നമ്മൾ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ നെല്ലുണ്ടാക്കിയിട്ട് നെല്ല് കൊയ്യാനായപ്പോൾ കൊയ്യണീന് 2 ദിവസം മുന്നെയാണ് ആന നെല്ല് മൊത്തം നശിപ്പിച്ച്. പകുതി അവിടുന്ന് കണ്ടമാൻ നെല്ല് നശിപ്പിച്ചു. അതേമാതിരി കുരങ്ങ്, പന്നി, പിന്നെ ഉണ്ട്. ഈ നെല്ല് നമ്മളിപ്പോൾ നെല്ലിപ്പോൾ ഒരു പച്ചപ്പ് പ്രായമായി കഴിഞ്ഞാൽ അപ്പോൾ പുള്ളിമാൻ വന്ന് തിന്നലും. പകൽ തന്നെ വരും, പകലും വരും രാത്രിയും വരും. എന്നിട്ട് നമ്മൾ ഇപ്പം ഈ നെല്ല് തന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ ഇതൊരു പച്ചപ്പ് പോയല്ലോ, അപ്പോൾ ഫുള്ള് വന്നിട്ട് ഇത് പിന്നെ നമ്മൾ കന്നാൾ തന്നെ വരത്തുന്നു പുള്ളിമാൻ. അപ്പം നമ്മൾ ആന നമ്മൾ നെല്ല് കൊയ്യാനായപ്പോഴാണ് ആന കൊയ്യണീൻ്റെ 2 ദിവസം മുന്നെയാണ് ആന നെല്ല് കുറെ നശിപ്പിച്ചത്. അല്ല, ഫെൻസിങ് ഇപ്പോഴല്ലേ വന്നത്. ഇനിയിപ്പോൾ അടുത്ത വർഷം അറിയാം. അത് മരം തള്ളുപോയി. ഈ ആനന്റെ പ്രശ്നം എന്താണ്, മരം തള്ളിയിട്ടാണ്. ഉസ്മാൻ, സ്വന്തം പാട്ടത്തിനാണ്. ഇത് 10 ഏക്കറിന്റെ ഞാൻ കൃഷിയാണ്. 10 ഏക്കറിന്റെ ഞാൻ കൃഷിയാണ്. ഇതിപ്പോ ഞാനൊരു 15 വർഷമായി തുടങ്ങിയിട്ട്, കൃഷി തുടങ്ങിയിട്ട്. ബംഗാളികളാണ് നമ്മൾ ഇവിടുത്തെ ആൾക്കാരെ കൊണ്ട് വിളിച്ച് പണിയെടുപ്പിച്ചാൽ ഒരിക്കലും നമുക്ക് ഒക്കൂല. അവർക്ക് ഏക്കർക്ക് നമുക്ക് 6000 റുപ്യ വെച്ച് കൊടുത്താൽ മതി. പിന്നെ അതൊന്നും പെട്ടെന്ന് പരിപാടി പോലെ തീർക്കും. അതായത് മറ്റേ നമ്മൾ ഇവിടുത്തെ ആൾക്കാരെ വിളിച്ചാൽ ദിവസങ്ങളോളം നീണ്ടുപോകും, ഒരുപാട് ടൈം പിടിക്കും അവർക്ക്. ഇവർക്കാകുമ്പോൾ ഒരു പെട്ടെന്ന് അവർ പരിപാടി കഴിച്ചു പോകും. പിന്നെ ഒരുപാട് ലാഭമാണ് ഇവരെ കൊണ്ട് നമ്മൾ ചെയ്യിച്ചുമ്പോൾ. മറ്റുള്ള ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ കൃഷി പരിപാടി ഒത്തുപോകില്ല. അവർ ഏറ്റവും പണി ടോപ്പ് പണിയാണ്. അവർ നല്ല പണിക്കാരാണ്. അതിൽ പറിച്ചാനും നടാനൊക്കെ നല്ല ഉണ്ടോ. ഇത് നല്ല വൃത്തി വരെ ചെയ്തിക്കണല്ലോ. നല്ല പണിയാണ്, നല്ല സ്പീഡുണ്ട്, പെട്ടെന്ന് ചെയ്യും. അതായത് നമ്മൾ ഒരു ഏക്കർക്ക് അവർ 6000 റുപ്യ കൊടുത്താലും നമുക്ക് നഷ്ടമല്ല. താമസ സൗകര്യം കൊടുത്താലും അതൊന്നും നമ്മൾ അറിയണ്ട. നമുക്ക് അവർക്ക് ഏക്കർക്ക് 6000 റുപ്യ വെച്ച് അവർക്ക് കൊടുത്താൽ മതി. ഭക്ഷണം കൊടുക്കണം, അത്ര മതി. അങ്ങനൊന്നുമില്ല. എത്ര ആളുകൾ നമുക്ക് അതിൽ വിഷയമല്ല. നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് എത്ര ഏക്കർ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത്ര ഏക്കർ ചെയ്ത് കൊടുത്താൽ നമ്മൾ 6000 റുപ്യ വെച്ച് ക്യാഷ് കൊടുത്താൽ മതി. അവർക്ക് ഏജൻസി ഉണ്ടാവും. ഏജൻസി ഇവർക്ക് പിന്നെ നമ്മളൊരു ഏജൻസിനെ വിളിച്ചങ്ങാണ്ട് എത്തിപ്പെട്ടാണ്. കഴിഞ്ഞ വർഷം വരെ തന്നെയാണ്, അതിൻ്റെ മുന്നത്തെ വർഷം വരെ തന്നെ. അപ്പോൾ ഏറ്റവും ഇത് വൃത്തികൾ ചെയ്യും. പിന്നെ നമുക്ക് എത്ര പിന്നെ പെട്ടെന്ന് പരിപാടി തീർത്തു. ഇല്ല, കള്ളപ്പണിയില്ല. കള്ളപ്പണി നിർത്തില്ല. അത് നമ്മളൊപ്പം ആൾ നിന്ന് കൊടുക്കണം. എന്നാലും നമ്മൾ അവർ പറഞ്ഞു കൊടുത്താൽ അതേമാതിരി ചെയ്തു തരും. മലയാളം समझते मालूम। कैसा मालूम है इधर काम है, कैसा आ गया इधर का काम है, नारपानी का काम है, टंगा का काम है, अर्का का काम है, केरला का काम है, सब काम कुछ को मालूम। नारपानी का काम है अच्छा है, इधर का नारपानी का काम अच्छा है, बागान का काम अच्छा है, जास्ती पैसा